ഹായ് മമ്മ, ഗുഡ് മോർണിംഗ്. എന്താ പെട്ടല്ല. ഗുഡ് മോർണിംഗ്. How are you? Yesterday I'm not well, that's why I'm. ഐ നോ ഇംഗ്ലീഷ്. ഐ എസ് മലയാളം. യു ടി ടി. ഓ സോറി മമ്മ, എനിക്ക് കുറച്ച് മലയാളം അറിയാം. ആദ്യം എന്നെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്നാ ഞാനിപ്പോ കേട്ടെ. അപ്പൊ കൊച്ചിന് മലയാളം അറിയാവോ? ആ മമ്മ, കുറച്ച് അറിയാം. കേട്ടാൽ നല്ലപോലെ മനസ്സിലാവും. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? യെസ് ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഷോ, എന്റെ ദൈവമേ, എനിക്കൊക്കെ സന്തോഷമായി. ഞാൻ എന്നാ പറയും ഏത് പറയുന്ന അറിയാണ്ട് അങ്ങ് വീർപ്പ് കൂട്ടി നിൽക്കുമായിരുന്നു. മമ്മ, സ്ലോലി പതിയെ പറയാമോ? സ്പീഡിൽ സംസാരിച്ചാൽ എനിക്ക് അറിയത്തില്ല. അയ്യോ, അതെന്നാന്ന് വെച്ചാലേ, നിങ്ങൾ ഇങ്ങോട്ട് വരികയെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞില്ലേ, അപ്പത്തൊട്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തോടെ എന്നാ പറയൂ, എങ്ങനെയാ സംസാരിക്കുന്ന അയാളുടെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ശരിയായി. ഇന്നലെ വന്ന പാടെ നിങ്ങൾ കയറി കിടന്നില്ലായിരുന്നോ? ഞാൻ എനിക്ക് മിണ്ടണമെന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടത്തില്ല. ഇംഗ്ലീഷ് അറിയാത്തോണ്ട് മലയാളം അറിയാമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. അയ്യോ, കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. യാ കുഴപ്പമില്ല. അത് തന്നെ. മോള് പേടിക്കണ്ട. ഇനിയുള്ള ദിവസം കൊണ്ട് ഞാനേ ഇംഗ്ലീഷ് പഠിച്ചില്ലേലും മോളെ കൊണ്ട് ഞാൻ മലയാളം പഠിപ്പിക്കാം. ഡാഡി എവിടെ? ആദിയുടെ അച്ഛനെ, ഡാഡിയെ ഞാൻ മാർക്കറ്റിൽ പറഞ്ഞ് വിട്ടേക്കുക. കുറച്ച് ഇറച്ചിയും മീനും ഒക്കെ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വന്നതല്ലേ എന്ന് പറഞ്ഞേ. മോക്കടെ നാട്ടിൽ ഈ ഉണക്കറൊട്ടിയും പച്ചക്കറിയും ഈ വേവിച്ച ഇറച്ചിയൊക്കെ അല്ലയോ. ഉപ്പും മുളകൊന്നും കൂട്ടി ഒന്നും കഴിച്ച് ശീലം ഉണ്ടാവില്ലല്ലോ. പക്ഷെ അമ്മ ഉണ്ടാക്കി തരാം നല്ല അടിപൊളി സൂപ്പർ ഫുഡ്. മീൻ പൊള്ളിച്ചതും നല്ല കുടംപുളി ഇട്ട മീൻ കറിയും ബീഫ് തേങ്ങാക്കൊത്ത് ഇട്ടതും ചിക്കൻ കുരുമുളകും എല്ലാം സൂപ്പറായിട്ട് ഉണ്ടാക്കി തരാം കേട്ടോ. ഹാ, ആദ്യം എപ്പോഴും പറയും മമ്മസ് ഫുഡ് സൂപ്പർ ആണെന്ന്. ഐ വുഡ് ലവ് ടു ട്രൈ യുവർ ഫുഡ്. അയ്യോ, അങ്ങനെ അത്ര നന്നായിട്ടൊന്നും അമ്മ ഉണ്ടാക്കത്തില്ല. എന്നാലും എല്ലാവരും പറയും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അങ്ങ് സൂപ്പറാന്ന് അങ്ങ് പറയും. എന്നാന്ന് വെച്ചാലേ, ആദിയുടെ അച്ഛനൊരു ചേട്ടനുണ്ട്, ബ്രദർ. പുള്ളി എന്നെ ആദിയുടെ അച്ഛൻ കല്യാണം കഴിച്ച് അവരുടെ വീട്ടിലോട്ട് ചെന്ന സമയം തൊട്ടേ പറയും പുള്ളിയുടെ ജീവിതത്തിൽ, ബ്രദറിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഫുഡ് കഴിച്ചേക്കണത് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്കിങ്ങനെ പൊക്കി പറയണമെന്ന് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ വളർന്നേ ഉള്ളു. ഹൗ സ്വീറ്റ്. ഞാൻ ഉണ്ടാക്കി തരാം, ഇഷ്ടം പോലെ ഉണ്ടാക്കി തരാം. ഈ മെലിഞ്ഞിരിക്കണ കോലമൊക്കെ ഞാൻ നല്ല വണ്ണം വെപ്പിച്ച് തരാം കേട്ടോ. കൊച്ച എപ്പോഴും ഇങ്ങനെയാണോ? ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാറില്ല? ഇങ്ങനെ എപ്പോഴും അങ്ങ് മെലിഞ്ഞാണോ ഇരിക്കുന്നേ? സോറി, എന്താ മമ്മ? അത് വൺ മെലിഞ്ഞെന്ന് പറഞ്ഞാൽ സ്ലിമ്മായിട്ട്, ഇങ്ങനെ സ്ലിമ്മായിട്ട് ഫുഡൊന്നും കഴിക്കില്ലേ? ഐ എം നോട്ട് എ ഫുഡി മമ്മ, ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കില്ല. അതാ ഇങ്ങനെ എല്ലും തോലുമായിട്ടൊക്കെ ഇരിക്കുന്നേ. ഈ ഒരു പ്രായത്തിലല്ലേ നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റൂ. കുറച്ചുകൂടെയൊക്കെ വയസ്സായി കഴിഞ്ഞാൽ വല്ല മരുന്നും തിന്നോട്. ടാബ്ലറ്റും മെഴുകി ഇരിക്കലേ ഉണ്ടാവൂ. ഇതൊക്കെ നല്ലോണം കഴിക്കണം. ഞാൻ ഉണ്ടാക്കി തരാം. ഇതൊക്കെ ഞാൻ വണ്ണം വെപ്പിക്കാം. ഞാൻ ഇന്നലെ വന്ന് കയറിയപ്പോഴേ ചോദിക്കണം എന്ന് വിചാരിച്ച, പിന്നെ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് മിണ്ടായിരുന്ന. എമിലി എന്നല്ലയോ മോളുടെ പേര്? മോളുടെ ജാതി ഏത്? ജാതി? വാട്ട്? ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. മോളെ ജാതി എന്ന് പറഞ്ഞ മോളിപ്പോ ക്രിസ്ത്യനാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിൽ കുറെ പാർട്ട്, കുറെ ടൈപ്പ് ഉണ്ടാവില്ലേ ആ ജാതി, അത് ഏതാന്ന് ചോദിച്ച്. അങ്ങനെ ഒന്നുമില്ല. ഐ എം എ ജീസസ് ലവർ, ദാറ്റ്സ് ഓൾ. ജീസസ്, യേശുവിനെയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറം ഒരു വാടക വീടുണ്ടായിരുന്നേ, അവിടെ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു ഒരു 2 വർഷം മുന്നേ. മറിയാമ്മ പേര്, എൻ്റെ വലിയ കൂട്ടുകാരിയായിരുന്നു. അവള് വഴി എനിക്ക് യേശുവിനെയൊക്കെ പരിചയപ്പെടുത്തുന്നു. അവളുടെ കൂടെ കുറെ പ്രാർത്ഥനയോത്തിനൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. ജാതിയൊന്നും അപ്പൊ കുഴപ്പമില്ല. ഓ നൈസ്. ഉള്ള കാര്യം പറഞ്ഞാൽ ആദ്യം ഈ വിഷയം ഇവിടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ സമയത്ത് ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തറവാട്ട് മഹിമയും കുടുംബവും സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ചിട്ട് നല്ലൊരു പെങ്കൊച്ച്, നല്ലൊരു പെണ്ണിനെ, നല്ലൊരു ഗേളിനെ ആദ്യമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ദൈവഹിതം ഇതുവാ. അപ്പൊ പിന്നെ ഇപ്പൊ സന്തോഷമുള്ളു കേട്ടോ, സന്തോഷമുള്ളു. താങ്ക് യു മമ്മ. പിന്നെ വേറൊരു കാര്യം അമ്മ പറയാ കേട്ടോ, സ്നേഹം കൊണ്ട് പറയുക. മോളിപ്പോൾ ഇട്ടേക്കുന്ന തൊട്ട് ഈ ഷോർട്ട് ഡ്രസ്സില്ലേ,
അത് ടീഷർട്ടൊന്നും ഇടണ്ട കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ഓൾഡ് ആൾക്കാരാ, ഈ പഴയ പഴയ ആൾക്കാർ, അവർക്ക് ഇതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ മോളെക്കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുക, അങ്ങനെയുള്ള ആൾക്കാരാ, ബാഡ് പീപ്പിൾ. അത് തന്നെ. അപ്പോൾ എന്തിനാ വെറുതെ, മോക്ക് ഞാൻ 4 ചുരിദാർ മേടിച്ചു തരാം, അത് കിട്ടോ, അടിപൊളിയായിരിക്കും, ഒക്കെ നന്നായിട്ട് ചേരും. നോ നോ നോ, ചുരിദാർ എനിക്ക് ഇതാണ് കംഫർട്ട് മമ്മ. ആഹാ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മാന്യമായ ഡ്രസ്സ് ധരിക്കണം, ഗുഡ് ഡ്രസ്സ് ധരിക്കണം. ഇതൊക്കെ നിക്കറ് പോലത്തെ ജട്ടി പോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വീട്ടിലൊക്കെ നടക്കണത്, കൊള്ളത്തില്ല. ഇവിടെ എല്ലാം ആദിയുടെ അച്ഛനൊക്കെ ഉള്ളതല്ലേ, നമ്മൾ മോശം ഡ്രസ്സ് ഇടാൻ പാടില്ല. ഇത് മര്യാദയ്ക്ക് എടുത്ത് കളഞ്ഞേക്കണം, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കത്തിക്കും. ഞാൻ വെറുതെ പറഞ്ഞ തമാശ, കോമഡി. പിന്നെ നമുക്ക് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോണേ, വൈകുന്നേരം ഈവനിങ് വെച്ചാലേ അമ്മയുടെ ഒരു ചുരിദാർ തരാം. ആ ചുരിദാർ ഒക്കെ ഇട്ട് ഇച്ചിരി കുങ്കുമം, അതെ ഇതുപോലത്തെ ഒരു കുങ്കുമൊക്കെ ഇട്ട് ഇച്ചിരി മാലയും വളയൊക്കെ ആയിട്ട് പൊട്ടൊക്കെ വെച്ചിട്ട് എൻ്റെ കുടുംബശ്രീ വരെ ഒന്ന് പോകണം. അവളുമാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ് എൻ്റെ ഇംഗ്ലീഷുകാരി വരുമ്പോളെ. അതെന്തിനാ? ഓ, അതെന്നാന്ന് വെച്ചാൽ മോക്ക് ഇതൊക്കെ പറഞ്ഞാൽ അറിയുമെന്ന് അറിയത്തില്ല. എന്നാന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വരിക എന്ന് വിളിച്ച് പറഞ്ഞത് ഇവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇവിടെ ഉള്ളവർക്കൊന്നും എനിക്ക്, അത് എൻ്റെ മോൻ ഇങ്ങനെ ഒരു ഇംഗ്ലീഷുകാരി പെണ്ണിനെ കിട്ടിയത് അവർക്കാർക്കും പിടിച്ചിട്ടില്ല. അവരുടെ മക്കൾക്കൊന്നും അങ്ങനത്തെ യോഗം ഉണ്ടായിട്ടില്ലല്ലോ, ലക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവർക്കത് അസൂയ കുശുമ്പൊക്കെയാണ്. അപ്പം അതുങ്ങൾക്ക് ഒന്നും പിടിക്കുന്നില്ല. അവർ കുറേ എണ്ണം എന്നോട് മിണ്ടാണ്ടായി മോള് വരിക എന്ന് അറിഞ്ഞപ്പോൾ തന്നെ. എനിക്ക് അവരുടെ മുന്നിൽ കൂടെയൊക്കെ മോളുടെ കയ്യും പിടിച്ച് ഇങ്ങനെ ഒന്ന് നടക്കാൻ വേണ്ടിയാ. ഓക്കെ മമ്മ, ഓക്കെ. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് അമ്മ കൊണ്ടുപോകത്തില്ല കേട്ടോ. ചുരിദാർ, അമ്മയുടെ ചുരിദാർ തരാം, അത് ഇട്ടുകൊണ്ട് പോയാൽ മതി. പിന്നെ നല്ലോണം ആഭരണങ്ങളൊക്കെ ഇടണം, അമ്മയുടെ തരാം, ഇട്ടാൽ മതി. വാട്ട്സ് ദാറ്റ്? അബര മീൻസ്? ആഭരണം മോളെ, മാല, കമ്മല്, വള, അതൊക്കെ ഇടണം. ഓ, സോറി മമ്മ, ഐ കാണ്ട്. എനിക്ക് ഈ ജ്വല്ലറീസ് ഇഷ്ടം അല്ല. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മോക്കടെ നാട്ടിൽ ഇങ്ങനെ അധികം ആഭരണങ്ങളൊന്നും ആരും ഇട്ടുകൊണ്ട് കിടക്കാത്തതുകൊണ്ടാണ് മോക്ക് ഇത് ഇഷ്ടമല്ലാത്ത. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും നല്ലോണം ഇടും. എന്ന് വെച്ചാൽ ഇട്ടുകൊണ്ട് നടക്കും, കാണിക്കാൻ വേണ്ടി തന്നെയാ. ഇട്ടില്ലെങ്കിൽ കുറച്ചില്ല ഇടണം. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, മോക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ട് അമ്മ ഇതൊക്കെ പഠിപ്പിച്ച് തരാം. ഓക്കെ മമ്മ, ആദ്യം എൻ്റെ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ? പൊക്ക. പക്ഷെ ഈ ആദ്യം എന്നുള്ള വിളി നിർത്തണം കേട്ടോ. മോളുടെ ഭർത്താവാണ്, ഹസ്ബൻഡ്. ആദ്യം വിളിച്ചുകൂടാ. ഭർത്താക്കന്മാരെ നമ്മൾ ആ ഒരു 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 റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വിളിക്കരുത് കേട്ടോ. ഒരു ആദ്യേട്ടാന്നോ ചേട്ടാന്നൊക്കെ വിളിക്കുക. അപ്പം അവന് ഒരു ഇഷ്ടം, ലവ് ഉണ്ടാവും, ലവ്. നോ മമ്മ, ഐ കാണ്ട്. ഞാൻ ആദി, ഡാർലിംഗ്, ഹണി, ബേബി എന്നൊക്കെ വിളിക്കുള്ളൂ. അതിന് മുകളിൽ ഈ നെയിംസ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഐ കാണ്ട്. ദാറ്റ്സ് മൈ ഡിസിഷൻ. ഡോണ്ട് ഇൻ്റർഫിയർ. അതായത് മമ്മ അതിലൊന്നും ഇടപെടണ്ട. ഓക്കെ? കാര്യം വലിയ ഇംഗ്ലീഷുകാരിയൊക്കെ ആണെങ്കിൽ അത്ര കുറഞ്ഞൊന്നും അല്ല. ശരിയാക്കി തരാം, മലയാളം അറിയാലോ, അതുകൊണ്ട് എന്തായാലും ഞാൻ ശരിയാക്കി കൊടുക്കാം അവക്ക്. മോളെ, ഹായ്. ആദി എവിടെ? ആദി വർക്കിലാണ് മമ്മ, വീഡിയോ കോൾ ചെയ്യുന്നു. എന്നാ മോളെ, ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നയാ, കുടിച്ചു നോക്കി. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. ഇറ്റ്സ് ഗുഡ്, സൂപ്പർ. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഞാൻ ചായ എടുത്തോണ്ട് റൂമിലോട്ട് വന്നയാ കേട്ടോ. നാളെ തൊട്ട് കിച്ചണിൽ നിന്ന് എടുത്ത് കുടിക്കണം. പിന്നെ അത്യാവശ്യം വീട്ടുപണിയൊക്കെ ചെയ്യണം, ഹൗസ് വർക്ക് ഒക്കെ ചെയ്യണം കേട്ടോ. മോക്ക് ഇവിടത്തെ ശീലങ്ങൾ, ഇവിടത്തെ ഇതൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞ. ഓ മമ്മ, ഐ കാണ്ട്. എനിക്കിതൊന്നും ചെയ്ത് അറിയില്ല. അതൊന്നും പേടിക്കണ്ട, അമ്മ പഠിപ്പിച്ചു തരാം എല്ലാം. എൻ്റെ കൊച്ചൊന്നും വിഷമിക്കണ്ട. ഇവിടെയുള്ളവരുടെയൊക്കെ മരുമക്കൾ 5 മണിക്ക് എഴുന്നേക്കും. അമ്മായിമാർ പഠിപ്പിക്കുന്നതാ കേട്ടോ, അങ്ങനെ എഴുന്നേക്കാൻ പറയും. ഞാനൊന്നാ പറയത്തില്ല, 7 മണിക്ക് എഴുന്നേറ്റാൽ മതി. എന്നിട്ട് ചോറ് വെക്കണം. എന്നിട്ട് ചോറ് എന്ന് പറഞ്ഞാൽ അരി റൈസ് വെള്ളത്തിൽ റൈസ് തിളപ്പിക്കാൻ ഇടണം, അടുപ്പിലിടണം കേട്ടോ. ഇവിടെ ആദ്യയുടെ അച്ഛൻ അടുപ്പിലിട്ട ചോറേ കഴിക്കും. അപ്പം എന്നാ ചെയ്യണം, മുറ്റം അടിച്ചു വാരണം, ഉള്ളടിച്ചു വാരണം, തുടയ്ക്കണം. പിന്നെ രാവിലെ ആദ്യയുടെ അച്ഛന് പലഹാരം നിർബന്ധം.
ഇഡലിയോ ദോശയോ പുട്ടോ ഉണ്ടാക്കണം, അത്രയേ ഉള്ളു. പിന്നെ ഒരു ഉച്ചക്കത്തേക്ക് ഇത്തിരി മീൻ കറി, മീൻ വറുത്തത്, ഫിഷ് ഫ്രൈ, ഒരു തോരൻ, വെജിറ്റബിൾ തോരനും വേണം. പിന്നെ വൈകുന്നേരം 4 മണിക്ക് ചായ, ടീ 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 വേണം. അതിൻ്റെ കൂടെ എന്നെങ്ങാനും കടി എന്ന് വെച്ചാൽ സ്നാക്സും വേണം. വൈകുന്നേരം ആദിയുടെ അച്ഛനും ചപ്പാത്തി, ഗോതമ്പ് നിർബന്ധമാണ്. ഗോതമ്പ് ദോശയോ ഗോതമ്പ് ചപ്പാത്തിയോ കറിയോ ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെയൊക്കെ പാത്രങ്ങൾ കഴുകി വെക്കണം, വൃത്തിയാക്കണം, കിടന്നുറങ്ങണം. ഇത്രയേ ഉള്ളൂ, വർക്കൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഓ ക്രേസി. ഒരു ദിവസം ഇത്രയും ഫുഡ് കഴിക്കുമോ നിങ്ങൾ? പിന്നെ അല്ലാതെ ഇതൊക്കെ കഴിച്ചില്ലേ പിന്നെ എങ്ങനെ ജീവിക്കാനാ? That's huge. Me and my papa, mummy എല്ലാവരും കുറച്ച് ഫുഡ് കഴിക്കുള്ളൂ. വെജിറ്റബിൾ സാലഡ്സ്, സാൻഡ്വിച്ചസ്, ഗ്രിൽഡ് ഐറ്റംസ്, ദാറ്റ്സ് ഓൾ. കുറച്ച് ഫുഡ് മതി. ഇതൊക്കെ തിന്നുകൊണ്ട് എങ്ങനെ കഴിയാനാ? ശ്വാസം എടുത്ത് ജീവിക്കണ്ടേ? ഇവിടെയൊക്കെ എല്ലാവരും നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പണികളൊക്കെ ചെയ്യണം കേട്ടോ. നല്ലൊരു മരുമകളാവണം. ഇംഗ്ലീഷുകാരിയാണെന്നും പറഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടാ. ശരിക്കും ആദ്യമായിട്ട് എത്ര നാളത്തെ പരിചയം മോക്ക്? 3.5 years. 3.5 വർഷമോ? എന്നിട്ട് ആ ചെറുക്കൻ 1 വർഷമായില്ല ഇവിടെ പറഞ്ഞിട്ട്. ഞങ്ങള് പൊട്ടന്മാരായിട്ട് ഇരിക്കുവായിരുന്നു. എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ പിന്നെ കാണിക്കാത്ത. ഞങ്ങളുടെ ഒന്നാമതൊരു ഏക മകനാ, ഒറ്റ മകൻ, വൺ സൺ. ആ സണ്ണ് അല്ല മോന് അവന്റെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ് അവന്റെ വെഡിങ് ഭയങ്കര സ്വപ്നമായിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ തീരുമാനപ്രകാരം അന്യനാട്ടിൽ വെച്ച നിങ്ങളുടെ ഇഷ്ടത്തിൽ നടന്നു. പക്ഷെ അത് കാണാനുള്ള യോഗമൊന്നും ഉണ്ടായില്ല. പോട്ടെ. ഓ മമ്മ, അത് ഇനിയിപ്പോ കഴിഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ കാര്യം? അത് പോട്ടെ, സാരമില്ല. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം, നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതൊക്കെ അല്ലേ, എന്നാലും ഇനി വച്ച് നീട്ടുന്ന എന്നത്തിനാ? ഒരു കുഞ്ഞിന് വേണ്ടി നോക്കണം കേട്ടോ. കുഞ്ച് മീൻസ്? കുഞ്ചല്ല മോളെ, ബേബി പ്ലാൻ ചെയ്യാൻ. ഓ നോ മമ്മ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഇപ്പോൾ ഞങ്ങൾക്ക് ബേബി പ്ലാനിങ് ഇല്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാല് കാണാണ്ട് പറ്റത്തില്ല. ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് പ്രായമായി വരുമോ, വിഷമമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിക്കാല് കാണണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ ഈ മുറ്റത്തോടെ ഒരു കൊച്ചോടി നടക്കണ്ടേ. പിന്നെ ആദ്യം ഇവിടുത്തെ ഏക സന്തതിയാ. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തേണ്ടത് ആദ്യാ. അപ്പൊ ഈ ഇൻട്രസ്റ്റ് ഇല്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നല്ലൊരു കുഞ്ഞിനെ അങ്ങ് പ്രസവിച്ച് തന്നാൽ മതി. അമ്മ നോക്കിക്കോളാം. നല്ല അസലായിട്ട് ഞാൻ കുഞ്ഞിനെ നോക്കും. ഓ മമ്മ, ബേബി പ്ലാനിങ് ഒക്കെ ആഫ്റ്റർ 2 years കഴിഞ്ഞേ ഞങ്ങൾക്ക് ഉള്ളൂ. പിന്നെ ബേബി അതൊക്കെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മീൻസ് അവർ ചോയ്സ് അല്ലേ. അതിലെന്തിനാണ് മമ്മ ഇടപെടുന്നത്? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. എന്റെ മോന്റെ കാര്യത്തിൽ എനിക്ക് പിന്നെ അവലാതി കാണില്ലേ? അലവലാതി? അലവലാതി അല്ല, ആവലാതി. വിഷമം, ക്രൈ ഉണ്ടാവത്തില്ലേ? ഓ മമ്മ വിഷമിക്കേണ്ട. ഇപ്പോൾ ബേബി പ്ലാനിങ് ഇല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കേരളത്തിൽ 2 months ഉള്ളൂ, വെക്കേഷൻ അല്ലേ. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ ജർമ്മനി ചെന്നിട്ട് ബേബി പ്ലാനിങ് ഒക്കെ ഉണ്ടാകും. വെക്കേഷനോ? അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കാൻ വന്നതല്ലേ? തിരിച്ചു പോകുന്നുണ്ടോ? ഓഫ് കോഴ്സ് മമ്മ, അതൊന്നും പറഞ്ഞില്ലേ. 2 months കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജർമ്മനിയിലോട്ട് തിരിച്ചു പോകണം. അതൊന്നും ശരിയല്ല. നീ എന്റെ മകന്റെ ഭാര്യയാ, ഈ വീട്ടിലെ മരുമകളാണ്. നീ ജീവിക്കേണ്ടത് ഇവിടെയാ, അല്ലാണ്ട് ജർമ്മനിയിലൊന്നും അല്ല. നിന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ താമസിച്ചാൽ മതി. നീ ഇവിടത്തെ മരുമകളാണ്. ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ നിന്നാ മതി, അങ്ങോട്ടൊന്നും പോകണ്ട. പോക്കൊന്നും നടക്കില്ല. അതൊന്നും ആലോചിക്കുക വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കുക വേണ്ട. മമ്മ ഡോണ്ട് ബി ഇമോഷണൽ. ഇങ്ങനെ ഒത്തിരി വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എന്നാ പറയണം? എന്റെ മോനെ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയതാ. എന്റെ പൊന്നു മോൻ. അവനെ നിലത്ത് വെച്ചാ ഉറുമ്പരിക്കും, തല വെച്ച പേരരിക്കും പറഞ്ഞ് ഞാൻ വളർത്തിയ കുഞ്ഞിനെ നീ എന്നെ തട്ടിപ്പറിച്ചോണ്ട് പോകുന്ന പറഞ്ഞ് ഞാൻ സമ്മതിച്ചായിരുന്നോ? ഞാൻ സമ്മതിക്കത്തില്ല. മമ്മ എന്തൊക്കെയാ പറയണേ? പെയിൻ? വാട്ട്സ് ദാറ്റ്? പേനെന്ന് പറയാൻ തലയിൽ കൂടെ ഇഴഞ്ഞ് കിടക്കുന്ന ഒരു ജീവിയാ. അത് എല്ലാവരുടെ തലയിലും ഉണ്ടോ? നിന്റെ തലയിലും ഉണ്ടോ? ഒരു പേൻ ജീവി എടുത്തെങ്കിൽ 4 ജീവി കഴിക്കുക, 5-8 കൂടെ പോരും. അങ്ങനെ ഒരു സാധനം ഉണ്ട് തലയിൽ. അതുപോലെ പൊന്നുപോലെ നടന്ന് എന്റെ മോനെ. അങ്ങനെ നിനക്ക് വിട്ടുകയർത്തൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നീ ഉള്ള വ്യാമോഹം ഒന്നും വേണ്ട. അവള് ഡ്രീം കാണുന്നു ജർമ്മനിയിലോട്ട് അങ്ങ് പറക്കുന്നു. എന്റെ മോനെ എങ്ങനെ ജീവിക്കേണ്ടതാ? ഇവിടെ വല്ലതുമായിരുന്നെങ്കിൽ നല്ല കുടുംബത്തിൽ നല്ലൊരു കൊച്ചിനെയും കിട്ടി, സ്ത്രീധനവും കിട്ടി, സുഖമായിട്ട് ജീവിക്കേണ്ട കൊച്ച് ജർമ്മനി പഠിക്കാനും പോയിട്ട് നിന്നെയും കണ്ട് ഇഷ്ടപ്പെട്ടു. പണ്ടാരടങ്ങി പോട്ടെ വീട്. പക്ഷെ ഇനി കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി നിന്നെ അവനെ കൊണ്ട് നീ പോകാനൊന്നും നീ വിചാരിക്കണ്ട. ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് വിടത്തില്ല. ഇത് നിന്റെ വീട്. ഇനി ഇത് നിന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നീ ഇവിടുത്തെ മരുമോള്, നീ എന്റെ മകന്റെ ഭാര്യ.
മൈ സൺ വൈഫ്. അപ്പൊ അവിടെ നിന്നാ മതി ഈട്. കല്യാണം? ഓഹ് മമ്മ, യു നോ വാട്ട്, വി ആർ നോട്ട് ലീഗലി മാരീഡ്, വി ആർ ഇൻ ലിവിംഗ് റിലേഷൻഷിപ്പ് റൈറ്റ് നൗ. എന്തോന്നാ നീ എന്നാ പറഞ്ഞേ? മമ്മ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ പാർട്ട്നേഴ്സ് മാത്രമാണ്. എന്റെ ദൈവമേ, നീ എന്താ ഈ പറയുന്നേ? അപ്പൊ ഈ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമല്ലേ? കല്യാണം കഴിയാണ്ടാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. എന്നാ പഠിത്തമായത്? നിന്റെ അച്ഛനമ്മ നിന്നെ എങ്ങനെയാണ് പഠിപ്പിച്ചു വിട്ടത്? നാണമില്ലാത്തോളെ, എന്റെ മോന് അന്യപുരുഷന്റെ കൂടെ നീ ഒരു പെൺകുട്ടിയല്ലേ, നീ എന്തിനാ അവന്റെ കൂടെ താമസിക്കാൻ പോയത്? മമ്മ, അവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ്. 2-3 ബേബീസ് ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് മാരേജ് ചെയ്യത്തുള്ളൂ. ആഹാ, ഇത്രയും മെനക്കെട്ട കുടുംബത്തിൽ നിന്നാണ് നീ കെട്ടുപേർക്ക് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നാണം കെട്ടവള് അല്ലേ? നാണം കൊണ്ടോടി നിനക്ക്. നീ ഒരു കണ്ട ചെറുക്കന്മാരോട് നടക്കാൻ നിൽക്കുവാണോ? നീ ഒരു പെണ്ണല്ലേ, നിനക്ക് എങ്ങനെ പറ്റുന്നേ? മമ്മ, വാട്ട്സ് യുവർ പ്രോബ്ലം? ഞങ്ങൾ ഡിസിഷൻ എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് 2-3 ബേബീസ് ആയതിന് കഴിഞ്ഞതിന് ശേഷം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം, കംഫർട്ട് ഉണ്ടോ എങ്കിൽ മാത്രം ഞങ്ങൾ മാരേജ് ചെയ്യാമെന്നാണ്. എൻ്റെ പാരൻസിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ മമ്മയ്ക്ക് എന്താ കുഴപ്പം? ആഹാ, നിന്റെ ഡാഡിക്കും മമ്മിക്കും കഴിവില്ലാത്തോണ്ടാണ് നീ പിന്നെ ഇങ്ങനെ അടിച്ചു വിട്ടേക്കണത്. അവർക്ക് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരു അന്യപുരുഷന്റെ കൂടെ ഒരു മകളെ പറഞ്ഞു വിടുവോ? ഇത്രയും ദൂരത്തേക്ക് ഇത്രയൊക്കെ പറഞ്ഞു വിടുവോ? കുടുംബം നശിച്ച കുടുംബത്തിൽ തന്നെ എൻ്റെ മോന് ബന്ധം കിട്ടി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എൻ്റെ കാര്യം കഴിഞ്ഞത് കഴിഞ്ഞു. ഇതിപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. 2 ദിവസത്തിലുള്ള അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കല്യാണം അങ്ങ് നടത്താം. എന്നിട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കാൻ നോക്കി. ഇനി ഇതാണ് നിന്റെ വീട്. ആരെയും ഒന്നും അറിയിക്കണ്ട. ചെറുവനിലോർത്തൊന്നും ഇനി പോകണ്ട. ഇവിടെ അങ്ങ് അടങ്ങി ഒതുക്കി ജീവിക്കാൻ നോക്കാം. മനസ്സിലായിക്കോട്ടാ? അവള് പറഞ്ഞാ വന്നേക്കുന്നത്. എന്തൊരു നാറിയ കുടുംബാണിത്. ഓ ക്രേസി ബ്ലഡി ഇഡിയറ്റ്. നിങ്ങൾ ആരാ എൻ്റെ അടുത്ത് സംസാരിക്കാൻ? കുറെ നേരമായല്ലോ സംസാരിക്കുന്നു നിങ്ങൾ. ആദിസ് മൈ പാർട്ട്ണർ. അവൻ എൻ്റെ പാർട്ട്ണർ ആണെങ്കിൽ ഞാൻ അവനെ ജർമ്മനിയിലോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ അങ്ങനെയാണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. എന്നോട് ജർമ്മനിയിൽ പോകണ്ടെന്ന് പറയാൻ നിങ്ങൾ ആരാണ്? വർത്താനം പറയുന്നു. നിങ്ങൾ ഇനി ഇങ്ങനത്തെ ബാഡ് വേർഡ്സ് സംസാരിച്ചാൽ എൻ്റെ വായിൽ നിന്നും ബാഡ് വേർഡ്സ് വരും. ഞാൻ ബോക്സിംഗ് പഠിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ വർത്താനം പറയാൻ വന്നാൽ ഞാൻ ഒരു ഇടി തരും. ഇടിച്ച് മുഖത്തിന്റെ ഷേപ്പ് മാറ്റും. ഒരു ഇടി തല നിങ്ങളുടെ പല്ല് മുതൽ താഴെ കിടക്കും. യു അണ്ടർസ്റ്റാൻഡ്? കോൾച്ചറസ് ഫെലോ. എന്റെ ദൈവം, ഇവക്ക് ഇത്ര നന്നായിട്ട് മലയാളം അറിയാമായിരുന്നു. ഇവള് തനി മലയാളി പോലെയല്ല സംസാരിക്കണേ. വെറുതെ അമ്മായിമ്മ കളിക്കാൻ ചെന്നതാ. ഇംഗ്ലീഷുകാരി എന്നിട്ട് കാര്യമില്ല. ഇതില് പറഞ്ഞ പോലെ പ്രവർത്തിക്കും. ഇനി അമ്മായിമ്മ കളിച്ചോണ്ട് ചെന്നാ ഇവളിപ്പോ കാലേ വാരി നിലത്തടിക്കുക തന്നെ. യു സിറ്റ്, യു ഇരിക്കെ. ഐ ഗോ ബൈ ബൈ ബൈ.